ഗൈസ് ഗുഡ് മോർണിംഗ്. ഇന്ന് ലേറ്റായി എണീറ്റത് എന്താണെന്ന് അറിഞ്ഞൂടെ. നേരത്തെ കിടന്ന് ഇനി ഒന്ന് പോയി ഒന്ന് ഫ്രഷ് ആവണം. വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി നേരെ അങ്ങ് പോയിരിക്കണം. ഇതൊന്ന് പോയി നോക്കണം. ജസ്റ്റ് നേരെ പോയി ഒന്ന് ഫുള്ളൊന്ന് ചെക്ക് ചെയ്യണം. 7:20 വേറെ കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ, അങ്ങനങ്ങ് പോകും. പിന്നെ രാവിലെ ചെക്കിങ് നമുക്ക് എന്തെങ്കിലും നേരത്തെ ഉണ്ടെങ്കിൽ നേരത്തെ കോൾ വിളിച്ച് പറയും ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ. വേറെ ഇനി അവിടെ പോയി ഇരുന്ന് ഫുള്ളൊന്ന് ചെക്ക് ചെയ്യണം. അതേ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വേറെ വലിയ കുഴപ്പമില്ല, സെറ്റാണല്ലോ. നമ്മളെ ലെവലിൽ മാത്രം സ്ഥലം കൂടുതൽ, അത് കുഴപ്പമില്ല. നമ്മളിന്ന് കുറച്ച് വിളിച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറാകുമ്പോൾ എല്ലാം കറക്റ്റ് സെറ്റാക്കും. ബാക്കി സ്ഥലങ്ങളെല്ലാം ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമില്ല. മെയിലിൽ നമ്മൾ ഒരു 5-6 സ്ഥലം നോക്കും, കുഴപ്പമില്ല, സെറ്റാണ്. പിന്നെ അടുത്ത് ഇവിടെ ഇനിയിപ്പോൾ മറ്റേ പുള്ളി വരും, ഒമാനി ഓപ്പറേറ്റർ. പുള്ളിയും കൂടി വന്നിട്ടാണ് കുറച്ച് ചൂടുവെള്ളമാണ് ദേഹം ഐസായിട്ടിരിക്കുന്നു. ഇനിയിപ്പം വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാക്കുന്ന വിചാരിച്ചു. പയറും നില വെച്ചത് ഞാൻ കഴിക്കും. ഇതും കഴിച്ചിട്ട് അങ്ങ് പോകും. ഞാൻ അവിടെ ചെന്ന് ഫുഡ് കഴിച്ചിരുന്നിപ്പം. നീ അവിടെ പോയി ഒന്ന് നോക്കി കുറച്ച് നേരം വെയിലുള്ള നിൽക്കുന്ന അവിടെ. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ തന്നെ നിൽക്കും അവിടെ. ഇവിടെ ഷീടെ ഫുഡും കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ശലം വെയിലുള്ള വിചാരിച്ചാൽ വേഗം അങ്ങോട്ട് ചൂടാവണില്ല. ഇനിയിപ്പോൾ ഫോൺ ചാർജില്ല, ഫോണും കൊണ്ട് ചാർജ് കയറണം. അതെ, ഫുഡ് ഇനിയിപ്പോൾ കഴിക്കണില്ല. കേട്ടത് കഴിച്ചുകൊണ്ട് ഉച്ചക്കുള്ളൊന്നും കഴിക്കണില്ല, ഉച്ചടിപ്പിച്ചായി. യെസ്, അടുത്ത് ബാക്കിയെല്ലാം നോർമലി പോകുന്നുണ്ട്. കൺട്രോളെല്ലാം ഓക്കെയാണ്, നോർമലി സെറ്റഡാണ്. അപ്പോൾ അതും കുഴപ്പമില്ല. നേരെ ഇനി പോയൊന്ന് അവിടെ നിന്ന് ചെക്ക് ചെയ്യണം ഫുൾ. അത് തന്നെ രാവിലെ എത്ര ലെവലുണ്ടായിരുന്നോ അത്ര ലെവലിൽ ഞാൻ ഇപ്പോഴും നിൽക്കണം. ബാലൻസ് ആയിട്ട് ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. ഞാൻ വന്ന സമയത്തും അതായത് 7 മണിക്കും ഏകദേശം 4:64 ഉണ്ടായിരുന്നു, 64 അടുപ്പിച്ചുണ്ടായിരുന്നു. വീണ്ടും കൂടി ഈ 4:70-73 വരെ പോയിട്ട് വീണ്ടും 4:54 വരെ വെച്ച് നിർത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്ത് വേറെ ഇനി കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ ഇരിക്കും കുറച്ച് നേരമല്ല. ഇപ്പോൾ വിശക്കും അപ്പോഴേ പോയി ഉണ്ടാക്കണുള്ളൂ ഫുഡ്. അതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങ് ഇരിക്കും മാക്സിമം. അടുത്ത പ്ലാനെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കും. വിശക്കും. ഒമാനി പുള്ളി പോവുകയും ചെയ്തായിരുന്നു, ഓപ്പറേറ്റർ മറ്റേ. യെസ്, ഇനി വിശക്കണം, ഞാൻ പോയി ഇനി കഴിക്കട്ടെ. ഉണ്ടാക്കാൻ വെച്ച് 1/2 മണിക്കൂർ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. യെസ്, അത് തന്നെ പരിപാടി. ഇന്ന് വെയിലിനും പവറില്ല. ഇന്ന് വെയിലും ഷോക്ക് അടിച്ച് നിൽക്കുന്നു. അത് റെഡി ആവണവരെ വെയിറ്റ് ചെയ്യണം. അത് കഴിച്ചിട്ട് അങ്ങ് പോകാൻ വേണം. ഇനി ഇതും കഴിച്ചിട്ട് വീണ്ടും പോകണം. അയ്യോ, ഇവിടെ വന്നിരിക്കുന്നു. ലെവല് പയ്യെ തന്നെ കുറവാണ്. 1 മണിക്കൂറിൽ 5 പോയിന്റ് വെച്ച് ജസ്റ്റ് ഒന്ന് ഫുള്ളൊന്ന് ചെക്ക് ചെയ്യണം. ഒന്നും കൂടി ഒന്ന് ഫുള്ളൊന്ന് ചെക്ക് ചെയ്തിരിക്കും. അത് തന്നെ കൂടെ എല്ലാം റൗണ്ട് അടിച്ചിട്ട് വരണം. അത് തന്നെ പരിപാടി. ജസ്റ്റ് കാരണം വേറെ പരിപാടിയില്ലേ, അതൊക്കെ തന്നെ പരിപാടി. കുഴപ്പമൊന്നുമില്ല. വെയിലൊക്കെ പോയി കഴിഞ്ഞു. ഇനിയൊക്കെ കുളിക്കുമ്പം ഒന്നും സമയം എന്നൊന്നും ആയിട്ടുമില്ല. ഇപ്പോഴേ തണുത്ത കാറ്റടിക്കും.
എടുത്ത് നേരെ കോൾ വന്നായിരുന്നു അതിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അതും പറഞ്ഞു കൊടുത്ത് ഇനി പോയി ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. ടൈമായി അങ്ങനെ സെറ്റാക്കി ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയി കുളിക്കണം. അതെ ജസ്റ്റ് കോൾ വന്നായിരുന്നു. സ്കാഡ പോയിരുന്നു. നേരത്തെ പോയി, കുറച്ച് നേരം മുമ്പേ പോയി. ഇനി അത് നോക്കിയിട്ട് നമ്മൾ എല്ലാവരുടെയും പോയി, ഇവിടെയും പോയി അവിടെയും പോയി. നോക്കിയിട്ട് കാര്യമില്ല. നേരത്തെ വന്നു, എന്നിട്ടും സൺസെറ്റ് ഫിനിഷായി. നേരത്തെ വന്നായിരുന്നു കണ്ടാ, നേരത്തെ ഫിനിഷായി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ജസ്റ്റ് പോയി ഒന്ന് ഫുള്ളൊന്ന് 5:30 നേരത്തെ പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഫുള്ളൊന്ന് നല്ലോണം ലൈറ്റ് ഇട്ടിട്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ ഫുള്ളൊന്ന് ചെക്ക് ചെയ്യും. ഇനിയിപ്പോൾ കോള് വരും. നമ്മളെ തൊട്ട് ബാക്കി താഴോട്ട് ജസ്റ്റ് 6 മണിക്കുള്ള റേഡിയോ ഇനിയിപ്പോൾ പറഞ്ഞു കൊടുക്കണം. യെസ്, എന്നിപ്പോൾ ഫുള്ളൊന്ന് ലൈറ്റ് ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് വെച്ച് ഇല്ലാൻ നിൽക്കും. ഉണ്ടോ? അപ്പോൾ നമുക്ക് വെള്ളം പറഞ്ഞത് ഇനി അത് ഇതിലൊരു മെയിൻ സ്ഥലം വരെയും കിട്ടൂല. ഒരിടത്ത് കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടൂല. നമ്മളത് തൊട്ട് ഇങ്ങോട്ടുണ്ട് നമുക്ക് ബാക്കി വെള്ളമുണ്ട്. ഇതുപോലെയാണ് ഇടയിൽ നിന്ന് എന്തെങ്കിലും പോയ ടോട്ടലി പോയി. ഇവിടെ നിന്ന് ഫുള്ളൊന്ന് നോക്കണം. ഇനിയിപ്പോൾ കോള് വരും, 6 മണിക്ക് കോള് വരും. പിന്നെ ലെവൽ പറഞ്ഞു കൊടുക്കാൻ, അത് മാത്രം തന്നെ. പിന്നെ നോക്കാൻ വേണ്ടി ഇവിടെ ഇല്ല അവിടെ ഇല്ല, എന്നിട്ട് നോക്കാൻ വേണ്ടി ഒന്നുമില്ല. അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ കിട്ടുമെങ്കിൽ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കണം. കറണ്ട് എന്തോ പോയതാണ്, പവർ കട്ടാണ്. യെസ്, നീ എന്നാ പറയണ? കാടെല്ലാം പോയി, കേബിൾ ഫൈബർ എന്തോ കട്ടായെന്ന് തോന്നുന്നു. ഇതുവരെ റെഡി ആയിട്ടില്ല. സപ്ലൈ പോകണമെങ്കിൽ ഇപ്പം ഇതിനകത്ത് വരേണ്ടതാണ്. കേബിൾ കട്ടായ പണിയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വെള്ളത്തിൻ്റെ ഷോർട്ടേജ് വരും. ടാങ്കുകളിലല്ല വെള്ളത്തിൻ്റെ ലെവൽ ഭയങ്കര കുറവായിരിക്കും. അവർക്ക് RPF പ്രഷർ ചെയ്ത് വിടാൻ പറ്റൂല. ഇനി എന്തിനു വരണ? ഇനി അവിടെ ചെന്നങ്ങിരിക്കണം. വേറെ ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കണം. ജസ്റ്റ് വന്നാൽ അവർക്ക് ഇൻഫോം ചെയ്യാൻ പറഞ്ഞു. കാട വരുമ്പോഴേ നമ്മളെവിടെ ഇൻ കേസ് വന്നാൽ അവർക്ക് ഇൻഫോം ചെയ്യാൻ പറഞ്ഞു. അത്ര തന്നെ. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. അത് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ അത് റെഡിയായി. കട റെഡി ആയിണ്ട റെഡിയായി. ഇനി വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി വേറെ പരിപാടി എന്തിനാ? അത് ഇത് നോക്കിക്കൊണ്ടിരിക്കുക, ചെക്ക് ചെയ്യുക, വാച്ച് ചെയ്യുക. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഡ്യൂട്ടി ചേഞ്ചാണ്. ഇനിയുണ്ട് ഏകദേശം 15-20 അരമണിക്കൂർ അടുപ്പിച്ചോളം ഇനിയുണ്ട്. ഇനി അവൻ പറഞ്ഞ ഇവിടെ ഇരിക്കും. അവൻ വന്ന് കഴിഞ്ഞാലും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അല്ലെങ്കിൽ ഫോൺ ഡൗൺ വരാം. അതുവരെ തന്നെ ഇവിടെ ഇരിക്കും. അവിടെ ചെന്നിട്ട് വലിയ പരിപാടിയൊന്നുമില്ല. ഇത് തന്നെ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യുമോ അത് തന്നെ അവിടെ ഇരുന്ന് ചെയ്താൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.